നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഏറ്റവും മുതിർന്ന അംഗത്തിന് വരണാധികാരി ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആദ്യം പ്രതിജ്ഞ ചൊല്ലിയ അംഗം മറ്റുള്ള അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പുതിയ ട്രെയിൻ ടിക്കറ്റ് നിരക്കുകൾ 26 മുതൽ പ്രാബല്യത്തിൽ വരും. 600 കോടി രൂപയുടെ അധിക വരുമാനമാണ് ടിക്കറ്റ് നിരക്ക് വർധനവിലൂടെ റെയിൽവേ പ്രതീക്ഷിക്കുന്നത്. സാധാരണ യാത്രക്കാരെ നിരക്ക് വർധന ബാധിക്കില്ല. ആലപ്പുഴ കേന്ദ്രീകരിച്ച് വ്യാപകമായി നടന്ന ഇറിഡിയം തട്ടിപ്പിൽ 4 പേർ അറസ്റ്റിൽ. ഒരു കുടുംബത്തിലെ 4 പേരാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സ്വദേശികളാണ് അറസ്റ്റിലായത്. ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്ത യുവതി ബസ്സിടിച്ചു മരിച്ചു. പെരിനാട് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ കിഴക്കേ കല്ലടയിലായിരുന്നു അപകടം. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 27 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. ജയൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗവും കരവാളൂർ ഡിവിഷനിലെ പ്രതിനിധിയുമായ സരോജ ദേവിക്ക് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 27 അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുതിർന്ന അംഗമായ കരവാളൂർ ഡിവിഷനിലെ പ്രതിനിധി സരോജ ദേവിക്ക് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും വരുൺ ആലപ്പാട്, നജീബ് മണ്ണിൽ, ദീപാചന്ദ്രൻ, എ രമേശ്, കെ കലാദേവി, SR അരുൺ ബാബു, ജി സരസ്വതി, ഡോക്ടർ മീര ടീച്ചർ, വിഷ്ണു ഭഗത്ത, സൂസൻ തങ്കച്ചൻ, ടി അജയൻ, റീന ഷാജഹാൻ, സന്തോഷ് മധുര, ഡോക്ടർ R ലതാദേവി, PR സന്തോഷ്, KS ഷിജുകുമാർ, അഡ്വക്കേറ്റ് V സുമലാൽ, ഫൈസൽ കുളപ്പാടം, അഡ്വക്കേറ്റ് R ദിലീപ് കുമാർ, KS ബിനു, സെൽവി, P വിനീതകുമാരി, വത്സല സതീശൻ, B ജയന്തി, I ജയലക്ഷ്മി, R അരുൺരാജ് എന്നിവരാണ് സരോജാദേവിക്ക് മുന്നാകെ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റെടുത്തത്. തുടർന്ന് സരോജാദേവിയുടെ അധ്യക്ഷതയിൽ പ്രഥമ ജില്ലാ പഞ്ചായത്ത് യോഗം ചേർന്നു. ADM G നിർമ്മൽകുമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ S സുബോധ, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ B ജയശ്രീ, സൂപ്രണ്ട് K സുരേഷ്, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, മുൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. QSE മൈതാനിയിൽ പ്രത്യേകമായി ഒരുക്കിയ വേദിയിലായിരുന്നു കൊല്ലം കോർപ്പറേഷനിലെ 56 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നത്. 56 അംഗ കൊല്ലം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. തങ്കശ്ശേരി ഡിവിഷനിൽ നിന്നും കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം കരുമാലിൽ ഉദയ സുകുമാരൻ കളക്ടർ N ദേവിദാസ് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ഉദയകുമാരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും. തുടർന്ന് ഡിവിഷൻ ക്രമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയ അംഗങ്ങൾക്ക് ഉദയ സുകുമാരൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 3 മുന്നണികളും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് എത്തിയത്. കൊല്ലം കോർപ്പറേഷനിൽ UDF 27, LDF 16, NDF 12, SDPI 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇത്തവണ കൊല്ലം കോർപ്പറേഷനിലേക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും 27 അംഗങ്ങളുള്ള UDF AK ഹഫീസിനെയാണ് മേയറായി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ മാസം 26-ന് മേയർ, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവരെ തെരഞ്ഞെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ആദ്യ കൗൺസിൽ യോഗം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്ത യുവതി ബസ്സിടിച്ചു മരിച്ചു. പെരിനാട് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ കിഴക്കേ കല്ലട ചന്തമുക്കിന് സമീപമായിരുന്നു അപകടം.
ഭർത്താവ് ഓടിച്ച സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്ത യുവതിയാണ് സ്വകാര്യ ബസ്സിടിച്ചു മരിച്ചത്. പെരിനാട് ചെമ്മക്കാട് അനന്തുഭവനിൽ 48-കാരിയായ ബിന്ദുവാണ് മരിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ കിഴക്കേ കല്ലട ചന്തമുക്കിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. ഭരണിക്കാവ് മുതുവിലാക്കാട്ടുള്ള മകളുടെ വീട്ടിലേക്ക് പോയ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലത്ത് നിന്ന് ചെങ്ങന്നൂരിലേക്ക് പോയ KSRTC ബസ്സിനെ മറികടക്കുന്നതിനിടെ ബസ് സ്കൂട്ടറിൽ തട്ടി നിയന്ത്രണം വിട്ട് മറിഞ്ഞ സ്കൂട്ടറിൽ നിന്ന് ബിന്ദു ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. ഭർത്താവ് അനിൽകുമാർ എതിർവശത്തേക്ക് വീണതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അലക്ഷ്യമായി അമിത വേഗത്തിൽ ഓടിച്ച് അപകടമുണ്ടാക്കിയെന്നാരോപിച്ച് നാട്ടുകാർ ബസ്സിന് കേടുപാടുണ്ടാക്കി. അപകടത്തെ തുടർന്ന് കൊല്ലം തേനി ദേശീയപാതയിൽ മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ടു. സംഭവത്തിൽ ഡ്രൈവറെ കിഴക്കേ കല്ലട പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കടലിൽ കുളിക്കാനിറങ്ങിയ സഹോദരങ്ങളിൽ ഒരാളെ കാണാതായി. ഒരാളെ രക്ഷപ്പെടുത്തി. നീണ്ടകരയിലാണ് സംഭവം. നീണ്ടകര പുത്തൻതുറയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ സഹോദരങ്ങളിൽ ഒരാളെയാണ് കാണാതായത്. ഒരാളെ രക്ഷപ്പെടുത്തി. നീണ്ടകര പുത്തൻതുറ ചെറുകരയിൽ രഞ്ജിത്ത് പ്രിയങ്ക ദമ്പതികളുടെ മകൻ 14-കാരനായ അമൽജിത്തിനെയാണ് കാണാതായത്. കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ സൂര്യജിത്തിനെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. ഫുട്ബോൾ കളിച്ച ശേഷം കുളിക്കാനെത്തിയ സംഘത്തിൽപ്പെട്ടവരായിരുന്നു ഇരുവരും. കുളിക്കുന്നതിനിടയിൽ ഇവർ മുങ്ങിത്താണപ്പോൾ മറ്റുള്ളവരുടെ നിലവിളി കേട്ട് സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ എത്തി സൂര്യജിത്തിനെ രക്ഷപ്പെടുത്തി. എന്നാൽ അമൽജിത്ത് മുങ്ങിത്താഴുകയായിരുന്നു. നീണ്ടകര കോസ്റ്റൽ പോലീസ്, മറൈൻ പോലീസ്, ചവറ അഗ്നിരക്ഷാസേന, ചവറ പോലീസ്, നാട്ടുകാർ എന്നിവർ തെരച്ചിൽ തുടരുകയാണ്. പുത്തൻതുറ സർക്കാർ അരയസേവ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമൽജിത്ത്. ന്യൂസ് ബ്യൂറോ, ചവറ. വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തു. കരുനാഗപ്പള്ളി താലൂക്ക് NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിലാണ് ധനസഹായം വിതരണം ചെയ്തത്. 152 കരയോഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ ധനസഹായം നൽകിയത്. NSSന്റെ സാമൂഹ്യക്ഷേമ പദ്ധതി പ്രകാരമുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് അർഹരായ 152 കരയോഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് 3,04,000 രൂപയുടെ വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തത്. കരുനാഗപ്പള്ളി താലൂക്ക് NSS യൂണിയൻ മന്ദിരത്തിൽ കൂടിയ യോഗത്തിൽ NSS ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന അതിന്റെ പരമാവധി ഒരു സഹായം, അത് ഇപ്പോൾ 1 ലക്ഷം രൂപയാണ്. ഒരു യൂണിയന് 3 പേർക്കാണ്. അപേക്ഷകൾ 3-ൽ കൂടുതലൊക്കെ വരും. അതിന്റെ അർഹത, യോഗ്യത അന്വേഷിച്ച് ബോധ്യപ്പെട്ട് ആണ് 3 പേരെ സെലക്ട് ചെയ്യുന്നത്. യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് V ഉണ്ണികൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി അരുൺ G നായർ, NSS പ്രൊബേഷൻ ഇൻസ്പെക്ടർ സജീവ് കുമാർ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് V രാജീവ്, S ത്രിവിക്രമൻ പിള്ള, ചന്ദ്രൻ പിള്ള, അരവിന്ദാക്ഷൻ പിള്ള, KC കൃഷ്ണകുമാർ, J വേണുകുമാർ, P രഘുനാഥൻ പിള്ള, P സന്തോഷ് കുമാർ, മധുസൂദനൻ പിള്ള, പ്രതിനിധി സഭാംഗം പന്മന ബാലകൃഷ്ണൻ, വനിതാ യൂണിയൻ ഭാരവാഹികളായ ഇന്ദിര രാമചന്ദ്രൻ, സതിയമ്മ, കാർത്തിക ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ശാസ്താംകോട്ടയിലും പോരുവഴിയിലും ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പോരുവഴിയിൽ 19 പേരും ശാസ്താംകോട്ടയിൽ 21 അംഗങ്ങളുമാണ് ചുമതലയേറ്റത്. മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. പോരുവഴി, ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തുകളിൽ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പോരുവഴി ഗ്രാമപഞ്ചായത്തിൽ 19 അംഗങ്ങളാണ് ചുമതലയേറ്റത്. LDFിൽ നിന്ന് 8ഉം UDFിൽ നിന്നും BJPയിൽ നിന്ന് 4 വീതവും SDPയുടെ 3 അംഗങ്ങളുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. പ്രകടനമായാണ് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്തിലെത്തിയത്. മുതിർന്ന അംഗമായ K മോഹനനാണ് ആദ്യം സത്യവാചകം ചൊല്ലിയത്. പഞ്ചായത്ത് സെക്രട്ടറി CK അജയകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് K മോഹനൻ മറ്റ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥമായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും. തുടർന്ന് ആദ്യ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ചേർന്നു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ 21 അംഗങ്ങളാണ്
സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തത്. LDFന്റെ 11 അംഗങ്ങളും UDFലെ 9-ഉം ഒരു സ്വതന്ത്രനുമാണ് ചുമതലയേറ്റത്. അംഗങ്ങൾ പ്രകടനമായാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. മുതിർന്ന അംഗമായ ഭാർഗവൻപിള്ളയ്ക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സീമ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഭാർഗവൻപിള്ള മറ്റ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലി നൽകി. ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ശാസ്താംകോട്ടയിലും ആദ്യ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ചേർന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുതിയ ട്രെയിൻ ടിക്കറ്റ് നിരക്കുകൾ 26 മുതൽ പ്രാബല്യത്തിൽ വരും. 600 കോടി രൂപയുടെ അധിക വരുമാനമാണ് ടിക്കറ്റ് നിരക്ക് വർധനവിലൂടെ റെയിൽവേ പ്രതീക്ഷിക്കുന്നത്. സാധാരണ യാത്രക്കാരെ നിരക്ക് വർധന ബാധിക്കില്ല. യാത്രാ നിരക്കുകളിൽ വർധനവുമായി റെയിൽവേ. ഈ മാസം 26 മുതൽ നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരും. 600 കോടി രൂപയുടെ അധിക വരുമാനമാണ് നിരക്ക് വർധനവിലൂടെ റെയിൽവേ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സാധാരണക്കാരായ യാത്രക്കാരെയും കുറഞ്ഞ വരുമാനക്കാരെയും പുതിയ നിരക്ക് വർധന പ്രതികൂലമായി ബാധിക്കില്ലെന്നാണ് സൂചന. ഓർഡിനറി ക്ലാസുകളിൽ 215 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രകൾക്ക് കിലോമീറ്ററിന് 1 പൈസ വീതം അധികം നൽകണം. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളുടെ നോൺ AC ക്ലാസുകളിൽ കിലോമീറ്ററിന് 2 പൈസയാണ് വർദ്ധിപ്പിച്ചത്. 215 കിലോമീറ്ററിൽ താഴെ യാത്ര ചെയ്യുന്നവർക്ക് നിരക്ക് വർധന ബാധകമല്ല. നോൺ AC കോച്ചിൽ 500 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുന്ന ഒരാൾക്ക് 10 രൂപ മാത്രമാണ് അധികമായി ചെലവാവുക. റെയിൽവേയുടെ ചെലവിലുണ്ടായ വർധനവാണ് നിരക്ക് പരിഷ്കരണത്തിന് പ്രധാന കാരണമായത്. നിലവിൽ ജീവനക്കാരുടെ ശമ്പള ഇനത്തിൽ മാത്രം 1,15,000 കോടി രൂപ റെയിൽവേക്ക് വേണം. പെൻഷന് 60,000 കോടി രൂപയാണ് ചെലവ്. നിലവിലെ സാമ്പത്തിക വർഷത്തിൽ റെയിൽവേയുടെ ആകെ പ്രവർത്തന ചെലവ് 2,63,000 കോടി രൂപയായി വർദ്ധിച്ചു. ഈ അധിക ബാധ്യത മറികടക്കുന്നതിനായാണ് ചരക്കുനീക്കം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം യാത്രാ നിരക്കുകളിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തിയതെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 10-നായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഏറ്റവും മുതിർന്ന അംഗത്തിന് വരണാധികാരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ആദ്യം പ്രതിജ്ഞ ചൊല്ലിയ അംഗം മറ്റുള്ള അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കരുനാഗപ്പള്ളി നഗരസഭയിൽ മുതിർന്ന അംഗം രാജുവിന് വരണാധികാരി ആദ്യം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യഥാർത്ഥമായ വിശ്വാസവും ഊർജ്ജം പുലർത്തുമെന്ന് ഭയാശങ്കയോ മമതയോ ആശ്രയമോ വിദ്വേഷമോ കൂടാതെ കരുനാഗപ്പള്ളി നഗരസഭയിലും കൗൺസിലർമാർ ചുമതലയേറ്റു. രാവിലെ 10-നായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. നഗരസഭയിലെ 4ാമത്തെ കൗൺസിലാണ് നിലവിൽ വന്നത്. നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന കൗൺസിലർ രാജുവിന് വരണാധികാരി ബിന്ദു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് രാജു മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലി. നഗരസഭാ സെക്രട്ടറി സന്ദീപ്, ARO ബിജു, സെഫി തുടങ്ങിയവർ പങ്കെടുത്തു. 37 അംഗ കൗൺസിലാണ് ചുമതലയേറ്റത്. കേബിൾ TV ഓപ്പറേറ്റർ കൂടിയായ 21ാം വാർഡ് അംഗം ജോയിയും ചുമതലയേറ്റു. കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ജോയി വർഗീസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ. തുടർന്ന് ആദ്യ കൗൺസിലിന്റെ യോഗം ചേർന്നു. ആദ്യ കൗൺസിലിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ രാജു അധ്യക്ഷത വഹിച്ചു. ഈ സൈഡിൽ വന്ന് ഇരിപ്പിടം ഉറപ്പിക്കുന്നതിന് നിങ്ങൾ എല്ലാവരുടെയും സഹായത്തോടുകൂടി ആദ്യത്തെ മീറ്റിംഗ് തുടങ്ങുകയാണ്. ഈ തുടങ്ങുന്നത് നമ്മുടെ ഈ പ്രദേശത്തിന്റെ എല്ലാ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഓരോരുത്തർക്ക് ചർച്ച ചെയ്യാനുള്ള ചെറിയ സമയം, ഒരു മിനിറ്റ് പറയുന്ന തരത്തിൽ സമയം തരാം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കുട്ടികളുടെ സ്വാഭാവികമായ അവകാശങ്ങൾ നിഷേധിച്ച് അവധിക്കാലത്ത് നിർബന്ധിത ക്ലാസുകൾ അടിച്ചേൽപ്പിക്കരുതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അവധിക്കാലം ആഘോഷിക്കാനുള്ളതാണ്.
നീണ്ട അധ്യയന കാലയളവിന് ശേഷം കുട്ടികൾക്ക് ലഭിക്കുന്ന ഇടവേളയാണിത്. അത് മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ കളിച്ചും ചിരിച്ചും ആഘോഷിക്കാൻ അവർക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. പഠനത്തോടൊപ്പം കുട്ടികളുടെ മാനസികാവസ്ഥയും പരിഗണിക്കേണ്ടതുണ്ട്. തുടർച്ചയായ പഠനഭാരം അവരുടെ സർഗാത്മകതയെയും മാനസിക ഉല്ലാസത്തെയും ബാധിക്കരുത്. വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദമില്ലാതെ പഠനം ആസ്വദിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണം. അതിന് മതിയായ വിനോദവും വിശ്രമവും അത്യാവശ്യമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പഠന മികവിനോടൊപ്പം തന്നെ കുട്ടികളുടെ മാനസികാരോഗ്യവും നാം അതീവ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. തുടർച്ചയായ പഠനം അവരുടെ സർഗാത്മകതയെയും മാനസിക ഉല്ലാസത്തെയും കെടുത്തിക്കളയരുത്. കുട്ടികൾക്ക് സമ്മർദ്ദമില്ലാതെ പഠനം ആസ്വദിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിന് മതിയായ വിനോദവും വിശ്രമവും അത്യാവശ്യമാണ്. അവധിക്കാലത്ത് കുട്ടികൾക്കായി പ്രത്യേക ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സ്കൂൾ അധികൃതർ അറിയിപ്പുകൾ നൽകിയതായി വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ വിശദീകരണം. അവധിക്കാലം കുട്ടികളുടേതാണ്, ഉല്ലാസത്തിനുള്ളതാണ്. നിർബന്ധിതമായി ക്ലാസുകൾ ഒഴിവാക്കണം. ഈ അധ്യയന വർഷത്തെ വേനൽ അവധിക്കാലത്ത് കുട്ടികൾക്കായി പ്രത്യേക ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും എനിക്ക് പരാതികൾ ലഭിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സ്കൂൾ അധികൃതരോടും അധ്യാപകരോടും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നീണ്ട ഒരു അധ്യയന വർഷത്തെ പഠനഭാരത്തിന് ശേഷം കുട്ടികൾക്ക് ലഭിക്കുന്ന ആശ്വാസമാണ് ഈ ഇടവേള. ഇത് മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ കളിച്ചും ചിരിച്ചും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിച്ചും ആഘോഷിക്കുവാൻ അവർക്ക് കഴിയണം. ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട്, പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, അവൻ ജയിക്കോ തോക്കോ എന്നുള്ള സംശയം, ഇതെല്ലാം നമ്മുടെ വീട്ടിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തന്നെ തകർക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്കും മക്കൾക്കും ഇത് പ്രശ്നം ഉണ്ടായ ഒരു പ്രശ്നമാണല്ലോ നമുക്ക്. ഒരു കുട്ടിയുടെ വളർച്ചയിൽ വിനോദത്തിനും വിശ്രമത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ളവരും അത് നന്നായി അറിയാവുന്നവരുമാണ് നമ്മുടെ അധ്യാപകർ. ഈ അവസരത്തിൽ ആ അറിവ് പ്രാവർത്തികമാക്കണമെന്ന് അവരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ചയിൽ വിനോദത്തിനും വിശ്രമത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ളവരും അത് നന്നായി അറിയാവുന്നവരുമാണ് നമ്മുടെ അധ്യാപകർ. ഈ അവസരത്തിൽ ആ അറിവ് പ്രാവർത്തികമാക്കണമെന്ന് അവരെ ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ആയതിനാൽ കുട്ടികളുടെ സ്വാഭാവികമായ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവധിക്കാലത്ത് നിർബന്ധിത ക്ലാസുകൾ അടിച്ചേൽപ്പിക്കരുതെന്ന് എല്ലാ സ്കൂൾ അധികൃതരോടും അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കുട്ടികളെ സമ്മർദ്ദമില്ലാതെ വളരാൻ അനുവദിക്കാം. കുട്ടികളുടെ സ്വാഭാവികമായ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവധിക്കാലത്ത് നിർബന്ധിത ക്ലാസുകൾ അടിച്ചേൽപ്പിക്കരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്. ശ്രീനിവാസിന് വിട നൽകി സിനിമാ സാംസ്കാരിക ലോകം. തൃപ്പൂണിത്തറ കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് ചടങ്ങുകൾ നടന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. എന്നും എല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാകട്ടെ എന്നെഴുതിയ ഒരു പേപ്പറും പേനയും ശ്രീനിവാസിന്റെ ഭൗതിക ശരീരത്തിൽ വെച്ചതിന് ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അതുല്യനായ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന ശ്രീനിവാസന് നാടിന്റെ അന്ത്യാഞ്ജലി. തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടത്തി. എന്നും എല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാകട്ടെ എന്നെഴുതിയ ഒരു പേപ്പറും പേനയും ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിൽ വെച്ചതിനു ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. വിനീത് ശ്രീനിവാസനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. മലയാളക്കരയാകെ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരുൾപ്പെടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം രാവിലെ ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് ശ്വാസതടസ്സം അനുഭവപ്പെട്ട ശ്രീനിവാസനെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിന് പിന്നാലെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. ടൗൺ ഹാളിലും വീട്ടിലുമായി പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും ആയിരങ്ങൾ എത്തിയിരുന്നു. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് ശ്രീനിവാസിന്റെ നിര്യാണത്തോടെ അന്ത്യമായത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ചിരിയുടെ മേമ്പടിയോടെ അവതരിപ്പിക്കാൻ ശ്രീനിവാസിന് സവിശേഷമായ കഴിവുണ്ടായിരുന്നു. 5 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ശ്രീനിവാസനെ എഴുതി സംവിധാനം ചെയ്ത അഭിനയിച്ച ചിന്താവിഷ്ടയായ ശ്യാമള, വടക്കുനോക്കി യന്ത്രം എന്നീ ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മലയാളികളുടെ മനസ്സിൽ ശ്രീനിവാസൻ മരണമില്ലാത്ത കലാകാരനായി എന്നും ജീവിക്കും. ന്യൂസ് ഡെസ്ക്. ആലപ്പുഴ കേന്ദ്രീകരിച്ച് വ്യാപകമായി നടന്ന ഇറിഡിയം തട്ടിപ്പിൽ 4 പേർ അറസ്റ്റിൽ. ഒരു കുടുംബത്തിലെ 4 പേരാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സ്വദേശികളാണ് അറസ്റ്റിലായത്. 10 കോടിയുടെ തട്ടിപ്പെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഭീഷണി ഭയന്ന് പലരും പരാതി നൽകുന്നില്ലെന്നാണ് കണ്ടെത്തൽ. കോടികൾ വിലയുള്ള ഇറിഡിയം ലോഹ കച്ചവടത്തിൽ പണം മുടക്കിയാൽ ഇരട്ടിത്തുക നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഹരിപ്പാട് സ്വദേശിയിൽ നിന്ന്
75.6 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് 4 പേരെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം സ്വദേശികളായ സുലഭ ശിവകുമാർ, മകൻ ജിഷ്ണു, മകൾ വൈഷ്ണവിയുടെ ഭർത്താവ് സന്ദീപ് എന്നിവരാണ് അറസ്റ്റിലായത്. 10 കോടി രൂപ നൽകിയാൽ ഇരിഡിയം നൽകാമെന്ന് പറഞ്ഞ് തമിഴ്നാട് സ്വദേശികളായ സംഘം തങ്ങളെ സമീപിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന് പ്രതികൾ നൽകിയ മൊഴി. ഇവർക്ക് നൽകാൻ 10 കോടിയോളം രൂപ പ്രതികൾ പലരിൽ നിന്നായി സമാഹരിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റാരും ഇതുവരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഏറ്റവും മുതിർന്ന അംഗത്തിന് വരണാധികാരി ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആദ്യം പ്രതിജ്ഞ ചൊല്ലിയ അംഗം മറ്റുള്ള അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പുതിയ ട്രെയിൻ ടിക്കറ്റ് നിരക്കുകൾ 26 മുതൽ പ്രാബല്യത്തിൽ വരും. 600 കോടി രൂപയുടെ അധിക വരുമാനമാണ് ടിക്കറ്റ് നിരക്ക് വർധനവിലൂടെ റെയിൽവേ പ്രതീക്ഷിക്കുന്നത്. സാധാരണ യാത്രക്കാരെ നിരക്ക് വർധന ബാധിക്കില്ല. ആലപ്പുഴ കേന്ദ്രീകരിച്ച് വ്യാപകമായി നടന്ന ഇറിഡിയം തട്ടിപ്പിൽ 4 പേർ അറസ്റ്റിൽ. ഒരു കുടുംബത്തിലെ 4 പേരാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സ്വദേശികളാണ് അറസ്റ്റിലായത്. ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്ത യുവതി ബസ്സിടിച്ചു മരിച്ചു. പെരിനാട് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ കിഴക്കേ കല്ലടയിലായിരുന്നു അപകടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.